നമ്മൾ മലബാർ ഏരിയയിലുള്ള വീടുകളിലൊക്കെ കുറച്ച് കാലം മുന്നേ വരെ ഒട്ടും പരിചയമില്ലാത്ത ഒരാളായിരുന്നു കേട്ടോ മസാല ദോശ. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒന്നും മൂപ്പരെ കാണാൻ പറ്റില്ല കേട്ടോ. ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ മസാല ദോശ കഴിക്കണമെങ്കിൽ ഉപ്പ ഗൾഫിൽ നിന്ന് വരണം കേട്ടോ. ഉപ്പ ഗൾഫിൽ നിന്ന് വന്ന് നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയാലാണ് മസാല ദോശയൊക്കെ കഴിക്കട്ടോ. കാലം മാറി കഥ മാറി. ഇപ്പം നമ്മളും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടാ വീട്ടിൽ മസാല ദോശയൊക്കെ. ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് പരിപ്പും ഉഴുന്നുപരിപ്പും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം വേപ്പിലയും മല്ലിയിലയും കുറച്ച് പാകത്തിനുള്ള ഉപ്പും നേരത്തെ പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ദോശയ്ക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ ഒരു മസാലപ്പൊടിയും ചേർത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വരെ നന്നായിട്ട് കഴിക്കാൻ പറ്റും. അധികം എരിവില്ല, പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഇതിലുള്ളൂ കേട്ടോ. പിന്നെ വെളുത്തുള്ളി ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കാലത്ത് തന്നെ ചില ആളുകൾക്ക് ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം കേട്ടോ. അതിനുശേഷം ഒരു ദോശത്തവ വെച്ച് ആവശ്യത്തിനുള്ള മാവ് കോരി ഒഴിച്ച് വളരെ നൈസായിട്ട് തന്നെ ദോശ ചുട്ടെടുക്കാം കേട്ടോ. ആവശ്യത്തിന് നെയ്യോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും തൂവി കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആവും. ദോശ പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. ദോശ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ചട്നിയുടെ ചമ്മന്തിയുടെ ഒക്കെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.